മഴ കനക്കുമ്പോൾ ഞങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടും. വീടിന് തൊട്ടടുത്ത് കര കവിഞ്ഞൊഴുകുന്ന ഈ പുഴ ഓരോ മഴക്കാലത്തും ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത് വലിയൊരു ഭയമാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥലത്തെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക, അഭിപ്രായം പറയുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നിലമ്പൂർ താലൂക്കിലെ ചോക്കാട് പഞ്ചായത്തിലെ മമ്പാട്ടുമൂല എന്ന സ്ഥലമാണിത്. അതായത് ഞങ്ങളുടെ വീടിൻ്റെ മുൻഭാഗം. അപ്പോൾ ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തൊടിയിലൊക്കെ കയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് തൊട്ട് ചാരിയുള്ള തൊടിയാണിത്. അപ്പോൾ ചില വർഷങ്ങളിലൊക്കെ അത് ഒരുപാട് വെള്ളം വരലുണ്ട്. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ തന്നെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. ഞങ്ങളെ വീടിൻ്റെ അകത്തൊക്കെ കയറിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം. വലിയ അപകടങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും മഴ വരുമ്പോൾ ഒരു ഭീതിയാണ്. അങ്ങനെ പേടിപ്പെടുത്തുന്ന 1-2 ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് മറക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയായിരുന്നു. അന്ന് ഉച്ച സമയത്ത് ഞാൻ നാട്ടിലടുത്തുള്ള തിയേറ്ററിലേക്ക് സിനിമ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നത് സമയത്ത് തന്നെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, പുറത്തെങ്ങും പോകരുത്, മഴ വരുന്നുണ്ട്. പക്ഷേ ഞാനത് കാര്യമാക്കാതെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് മടങ്ങി വരുമ്പോഴാണ് ബസ്സുകളൊന്നും പോകുന്നില്ല എന്നറിയുന്നത്. അപ്പോൾ ബസ് എന്താ പോകാത്തത് പറഞ്ഞപ്പോൾ വെള്ളം കയറിയിരിക്കുന്നു, എല്ലായിടത്തും വെള്ളം കയറിയിരിക്കുന്നതാണ്. ഏതായാലും ആ വെള്ളമില്ല അതുവരെ ബസ്സിന് പോയിട്ട് പിന്നെ ഒരു കുന്നുംപുറത്ത് കൂടെ കയറിയിട്ട് അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പിന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയേക്കാണ്. ഒരു ദ്വീപ് പോലെയാണ് ഈ സ്ഥലം. അതായത് ഇപ്പോൾ ഈ കാണുന്നത് മുൻഭാഗം റോഡ്, ചെറിയൊരു പാലം. ആ പാലം കിടന്ന് ഞങ്ങൾക്ക് അക്കരെ കിടക്കാം. പിന്നെ ഇക്കരെ കിടക്കാനുള്ളത് 2 ഭാഗമാണ്, 2 റോഡാണ്. ഈ 2 റോഡും തോടിനെ ചുറ്റിപ്പറ്റിയാണ്. ഈ തോടും ഈ പറഞ്ഞ പോലെ നല്ല വെള്ളം വരുമ്പോൾ ഈ തോടിലും വെള്ളം കിടക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വീതിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇവിടുന്ന് ഇത്ര കയറാനുള്ളൂ വെള്ളം വന്നാൽ. നല്ല വെള്ളം വന്നു കഴിഞ്ഞാൽ ഇന്നലെ നല്ല മഴയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അധികം വെള്ളം കയറിയില്ല. അപ്പോൾ പിന്നെ മഴ നിന്നു. പിന്നെ ഇതാണ് ഈ തല കണ്ടോ, ഈ പാലത്തിൻ്റെ ഈ തലയിലൊക്കെ വെള്ളം മൂടിയിട്ട് പിന്നെ നടുവരെ എത്തും. അതേപോലെ അങ്ങേ ഭാഗത്തും. അപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് പോകാനുള്ള ഏക ആശ്രയമാണിത്. ഇതാണെങ്കിൽ നടപ്പാലാണ്. ഓട്ടോറിക്ഷ കഷ്ടിച്ച് പോവും. ഇതിൻ്റെ അയ്യകൾ തന്നെ കുറേ ദ്രവിച്ചിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടും. അങ്ങനെ ഒരു അപകട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പാലം. പുതിയ പാലം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ വരിക ഏതാണെന്നും അറിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് അക്കരെ കടക്കാനുള്ളത്. ഞങ്ങൾ നേരെ തൊട്ടടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന സ്ഥലമാണിത്. അക്കരെ കടക്കാനുള്ള ഈ ചെറിയ നടപ്പാലമാകട്ടെ കൈവരികൾ പലയിടത്തും തകർന്ന അവസ്ഥയിലാണ്. വെള്ളം ഉയരുമ്പോൾ പാലം പൂർണ്ണമായും മുങ്ങിപ്പോവും. ഒറ്റപ്പെട്ടൊരു ദ്വീപ് പോലെയാണ് ഞങ്ങളിവിടെ. എങ്കിലും ഈ വെള്ളപ്പൊക്കത്തെയും ഭയത്തെയും അതിജീവിച്ചാണ് ഞങ്ങളിവിടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. പ്രകൃതിയുടെ ഈ കോപത്തിന് മുന്നിൽ ഞങ്ങൾ തികച്ചും അശരണരാണ്. മുൻപ് ഇവിടെ ഈ പാലം ഉണ്ടായിരുന്നില്ല. ഏകദേശം ഞങ്ങളൊക്കെ കുട്ടികൾ ചെറുപ്രായമായിരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന ടൈമിൽ വരെ ഇവിടെ ഒരു പാണ്ടി പറഞ്ഞ മുള കൊണ്ടുണ്ടാക്കിയൊരു ചങ്ങാടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയായിരുന്നു ഇതിലെ ഇക്കരയും കടന്നിരുന്നത്. എന്നിട്ട് അതിൻ്റെ ആൾക്കാർക്ക് നടപ്പാലമെങ്കിലും വേണമെന്ന ആൾക്കാരുടെ അഭ്യർത്ഥന കൊണ്ടാണ് ഇങ്ങനെ ഒരു പാലം വന്നത്. ഈ പാലം വന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വലിയൊരു പാലം അന്ന് ഇത് മതിയായിരുന്നു. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ വരാം. വലിയൊരു പാലം വരുന്നത് തടസ്സമായി ഇത് കാരണം. ഏതായാലും ഇതൊക്കെ കൊടുത്തിട്ട് ഇനി വരും എന്ന് തോന്നുന്നു പാലം. അപ്പോൾ ഇതാണ് പാലത്തിൻ്റെ അവസ്ഥ. ഇങ്ങനെ വളഞ്ഞ് ചെരിഞ്ഞ് ഇങ്ങനെ കുത്തനെ താഴത്തേക്ക് ഒരു ഇറക്കാണ്. അപ്പോൾ ഇതിൻ്റെ പാലം അത്യാവശ്യം വെള്ളം വന്നാൽ ഈ 2 തലയും പാലം മൂടും. അപ്പോൾ പിന്നെ അക്കരെ കിടക്കുന്ന കാര്യം ഇതാണ്, റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇതാണ് ഞങ്ങൾ അങ്ങാടി. ഞങ്ങൾ സാധനങ്ങളൊക്കെ വന്ന് വാങ്ങാൻ ഇതിനൊക്കെ പിന്നെ അങ്ങാടിയിലാണ്. ഇതാണ് 2 ഭാഗം കവുങ്ങും തൊടികയാണ്. ഈ 2 കവുങ്ങും തൊടിക ഇപ്പോൾ തന്നെ നിറഞ്ഞു കഴിഞ്ഞു. ഇത് ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ നല്ല മഴയാണ്. അപ്പോൾ ഇന്നലെ നല്ല വെള്ളം വന്നു. രാത്രിയൊക്കെ നല്ല വെള്ളമാണ്. ഇത് ഈ പറഞ്ഞ മാതിരി പാലത്തിൻ്റെ തല മൂടിനി. പക്ഷേ ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കാൻ പറ്റീനി. പാലത്തിൻ്റെ ഇവിടെയൊക്കെ മൂടി. ഇതിലൊക്കെ വെള്ളേനി. ഇതാ അങ്ങ് വരെ എത്തും. ഒരു പരിധി വരെ വെള്ളമൊക്കെ ആണെങ്കിലും വെള്ളം അതിൽ കൂടെ കയറിക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. പക്ഷേ നല്ലോണം വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴുക്കുപോയിക്കാരം. പിന്നെ പാലം അതൊന്നും കാണുമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പാലത്തിൻ്റെ കൈവരി.
ഇതിൻ്റെ അവസ്ഥ ഇതാണ്. എല്ലാ ഭാഗം തൂണുകൾ പൊട്ടിയിട്ടുണ്ട്, പൈപ്പും അതിൻ്റെ ബലങ്ങനിലെ പൈപ്പും പോയിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോന്നാൽ ഇതിക്ക് വീഴുന്ന അവസ്ഥ ഉണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ വീണ അവസ്ഥകൾ 1-2 പേർക്കൊക്കെ വീണിക്കണം അവിടെ. അല്ലോ, ഇതാണ് പാലത്തിൻ്റെ അയ്യ്. പല സ്ഥലത്തും ഇത് ദ്രവിച്ചിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടി ഇതിമ്മ കൂടെ കൊള്ളാത്ത വണ്ടികളൊക്കെ ഇതിമ്മ കൂടെ കുത്തിച്ച് പോകുന്നതാണ്ട് ഇതൊക്കെ വരുത്തിങ്ങാണ്ടും ഒക്കെ പൊട്ടിയതുണ്ട്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇങ്ങനെ പോരുന്നതൊക്കെ പൊട്ടിപ്പോരുന്നതാണ്. പിന്നെ കമ്പി പൊട്ടിപ്പോവും. അല്ലോ, ഇതാണ് പാലത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇനിയൊരു പുതിയ പാലം വരുന്ന വേണം. കാരണം ഇപ്പം തന്നെ ഓട്ടോറിക്ഷ വരുമ്പോഴൊക്കെ ആളുകൾ അവിടെ നടക്കണമെങ്കിൽ ഇപ്പോൾ ഈ നടുവിലെത്തിക്കണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടണം. കാരണം പിന്നെ അവിടെ ഓട്ടോറിക്ഷയ്ക്ക് ഒരു ആൾക്കും നിൽക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ കഥ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദ്വീപിലെ അവസ്ഥ തന്നെയാണ്. ഒരു ദ്വീപ് തന്നെയാണിത്. കാരണം കുറച്ച് വീടുകളുള്ളൂ ഈ 2 ഭാഗത്തായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വഴി, ആ വഴിയാണ് ഈ കാണുന്നത്. അതായത് ഇതൊരു തോടാണ്. ഇങ്ങനെ 2 വഴികളാണ്. ഒന്ന് ഇതിൻ്റെ നേരെ മേൽഭാഗത്തൊരു തോടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ തോടൊന്നും ഇങ്ങനെയല്ല. വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൽ കൂടെയൊക്കെ വെള്ളം വന്ന് ഇതാ ഇവിടെ അടുത്ത് കാണുന്ന ഈ പെരിയിലൊക്കെ വെള്ളം കയറി ഇവിടുന്നൊക്കെ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ തോട് ഇങ്ങനെ ഇരിക്കാറ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഞങ്ങളുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അവസ്ഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ പല വീഡിയോകളും